മലപ്പുറത്ത് ഇത്തവണ CPM പ്രതീക്ഷിക്കുന്നത് 2 സീറ്റുകൾ പൊന്നാനിയും തവനൂരുമാണ്. തിരൂരിൽ ക്രോസ് വോട്ടുണ്ടായെങ്കിൽ വി അബ്ദുറഹ്മാനും ജയിക്കും. എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം കൂടുമെന്നും UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ പോലും കരുത്തുറ്റ പോരാട്ടമാണ് നടത്തിയതെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. ജനാധിപത്യ മുന്നണിക്ക് ഒരു മികവാർന്ന ജനവിധി ഉണ്ടാകും. മലപ്പുറം ജില്ലയ്ക്കകത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ നല്ല രൂപത്തിലുള്ള വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം. എത്ര സീറ്റുകൾ നിലനിർത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 3-ലധികം വരുന്ന സീറ്റുകളിലേക്ക് ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് ഇടതുപക്ഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ വലതുപക്ഷത്തിന് രാഷ്ട്രീയമായി നല്ല സ്വാധീനമുള്ളതാണ്. സാധാരണഗതിയിൽ ഏതാനും ചില മണ്ഡലങ്ങൾ ഒഴികെ അവർക്കൊരു ഈസി വാക്കവറാണ് പൊതുവിലുണ്ടാവാറ്. ഇന്ന് വ്യത്യസ്തമായി വ്യാജപ്രചരണങ്ങൾ ഇറക്കിയും നല്ല രൂപത്തിൽ അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ടും നന്നായി വേർത്തിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വിഷയമാണ്. ചില നേതാക്കന്മാർ തന്നെ സ്ഥിരമായി ഉള്ള കൂടുമാറി മറ്റ് ഭാഗങ്ങളിലേക്ക് ചേക്കേറിയതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിജയം. ഓക്കെ, CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതിനും അപ്പുറത്തേക്ക് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി യാഥാർത്ഥ്യം എന്താണ് അനുമോദ്? എൽദോ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയൊന്നും മലപ്പുറത്ത് അവകാശപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം നിലവിലില്ല. അവർ 2 സീറ്റിൽ വിജയം നേടുമെന്നും കൂടുതലിടങ്ങളിൽ തിരൂരിൽ ഒരു ക്രോസ് വോട്ട് നടന്നാൽ വിജയം നേടുമെന്നുമാണ് കണക്കാക്കുന്നത്. മറ്റിടങ്ങളിലൊന്നും പാർട്ടിയെ സംബന്ധിച്ച് ഇത്തവണ വിജയപ്രതീക്ഷയില്ല. പക്ഷേ വോട്ടിൻ്റെ വിഹിതം കൂടും. അതിൽ തന്നെ തവനൂരും പൊന്നാനിയും അവിടെയാണ് ഇടതുപക്ഷം വിജയപ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷേ അവിടെയും കടുത്ത മത്സരമാണ് നേരിട്ടുള്ളതെന്ന് പാർട്ടി സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പൂർണ്ണമായും വോട്ട് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൊന്നാനിയിലൊക്കെ. പൊന്നാനി തീരദേശ മേഖലയാണ് ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു ശക്തി സ്രോതസ്സായിട്ട് കാണുന്നത്. അതിനപ്പുറം പല ഘടകങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നാമത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള അതൃപ്തിയൊക്കെ പലതരത്തിൽ അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് വന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട്. പൊന്നാനി കേന്ദ്രീകരിച്ച് അവർ പ്രതീക്ഷ വയ്ക്കുന്നത് വെളിയങ്കോട് മേഖലയിൽ നിന്നും അതിന് മാറഞ്ചേരിയൊക്കെയാണ്. അതിനപ്പുറം MK സക്കീറിൻ്റെ വ്യക്തിപരമായ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു വോട്ട് UDFിൽ നിന്ന് പോലും വരുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ പൊന്നാനിയിൽ അവിടെ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. തവനൂരിലാണെങ്കിലും കടുത്ത പോരാട്ടമാണ്. ജലീലിൻ്റെ തുടർച്ചയായുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് LDFിൻ്റെ വോട്ടർമാർ തന്നെ ഇത്തവണ UDFിനേക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നൊരു കണക്കൂട്ടിലാണ് UDFിലുള്ളത്. വലിയ മത്സരം അവിടെയും നടന്നുണ്ട്. അപ്പോൾ ഒരു ക്ലീൻ 2 മണ്ഡലങ്ങളിലും പൂർണ്ണമായി വിജയം നേടുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അവിടെ കടുത്തൊരു പോരാട്ടം നടന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ മേൽക്കോയ്മ ഈ 2 മണ്ഡലങ്ങളിലും ഉണ്ട്. ചെറിയ ഭൂരിപക്ഷത്തിനും വിജയിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. തിരൂരിൽ UDFിൻ്റെ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ LDFിന് അവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ക്രോസ് വോട്ട് ഉണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ വിജയം നേടുമെന്ന് ഇടതുപക്ഷം കരുതുന്നു. മറ്റു മണ്ഡലങ്ങളിലൊക്കെ വോട്ട് വിഹിതം ഉയർത്തുന്ന ഒരു സാഹചര്യം മാത്രമേ ഈ നിലവിലെ ഈ പോളിംഗ് പേഴ്സൻറ്റേജിൻ്റെ വർധനമൊക്കെ കാണുമ്പോൾ ഇടതുപക്ഷത്തിനുള്ളൂ. അത് കടുത്ത പോരാട്ടം നടത്തിയ വേങ്ങരയിലൊക്കെ ഭൂരിപക്ഷം വല്ലാതെ കുറയാൻ UDFിന് ഭൂരിപക്ഷം വല്ലാതെ കുറയ്ക്കാൻ കഴിയും. മങ്കടയിലും പെരിന്തൽമണ്ണയിലും ഒക്കെ സമാനമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. മറ്റെവിടെയും ഇടതുപക്ഷം കാര്യമായിട്ട് വെല്ലുവിളി ഉയർത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അത് നിലമ്പൂരാവട്ടെ, വണ്ടൂരാവട്ടെ, മഞ്ചേരി ആവട്ടെ, എറണാകുളമാവട്ടെ, കൊണ്ടോട്ടി ആവട്ടെ, അവിടെയൊക്കെ തന്നെ UDFിന് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എങ്കിലും വോട്ട് വിഹിതത്തിലെ വർധനവ് എന്ന കാരണം കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് ഇടതുപക്ഷം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്താനാണ് സാധ്യത. 3 സീറ്റിലേറെ ജയിക്കുമെന്നുള്ളതാണ് ആത്മവിശ്വാസ പ്രകടനം. അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.